പ്രതിപക്ഷത്തിന്റെ വിലക്കയറ്റത്തിന് എതിരായുള്ള അവിശ്വാസ പ്രമേയത്തിൽ പി വിശ്വനാഥിന്റെ അവതരണം കേരള ജനത ശ്രദ്ധിക്കാതെ പോകരുത്. കൃത്യമായ വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഭക്ഷ്യവകുപ്പ് മന്ത്രിയും ഇടത് എംഎൽഎമാരുടെയും അണ്ണാക്കിൽ തിരുകി പി വിശ്വനാഥ്. അതിനെ തുടർന്ന് അന്വേഷിച്ചു പോകുകയും സർക്കാരിന്റെ കീഴിലുള്ള വെബ്സൈറ്റുകളിൽ എല്ലാം ലഭ്യമാണ്. അപ്പുറത്തെ വശത്തു നിന്നും വലിയ കരഘോഷമാണ് സാർ ഉയർന്നത്. അംഗം കേട്ട് കാണും. സാർ, ഞങ്ങളുടെ നോട്ടീസ് ഞാൻ വായിക്കാം. സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുകയും രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പമുള്ള സംസ്ഥാനമായി കേരളം മാറിയിട്ടും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഗുരുതര സ്ഥിതിവിശേഷം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നതാണ്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് നോട്ടീസ്. അത് സർക്കാർ അംഗീകരിക്കുമ്പോൾ ഞങ്ങളെക്കാൾ മുമ്പ് ഭരണപക്ഷ എംഎൽഎമാർ കൈയടിക്കണമെങ്കിൽ ഈ വിഷയം അവര് പോലും എത്ര ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം സാർ. നാട്ടിൽ തൊഴിൽ ഇല്ല, തൊഴിലുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വേതന ഇല്ല. അതിനൊപ്പം വിലക്കയറ്റം സാധാരണ ജനങ്ങളെ എത്രമാത്രം ബാധിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പോയാൽ ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളിലുമായിട്ട് കേരളം മത്സരിക്കാനുള്ള എന്തേലും ഉദ്ദേശമുണ്ടോന്ന് ഞാൻ കരുതുന്നു. ഇടതുപക്ഷ അനുകൂലികളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ: സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തരത്തിലല്ല ഈ ഭരണം മുമ്പോട്ടു പോകുന്നത്. സാധാരണക്കാരന് കൊല്ലാനുള്ള തരത്തിലാണ് പിണറായിയുടെ ഈ രണ്ടാം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ.